ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനോടാട്ട്. ഞാനൊരു ചാനൽ തുടങ്ങേണ്ട വിവരം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഒന്നും മിണ്ടാണ്ട് ഇഷ്ട. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. വീട്ടിൽ ഞാൻ മാത്രമല്ലോ. പക്ഷെ ഈ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മിമിക്സിൽ ചിലപ്പോൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഈ ഗഡിനെ ഒരു മിമിക്രി പഠിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിന്, അതുപോലെ കൂട്ടത്തിൽ നമുക്കും പഠിക്കാം. ഞാനും ഇത് പഠിച്ചത് തന്നെയാണ്. നമ്മുടെ തൊണ്ട കൊണ്ട് നമുക്ക് ഒരുപാട് നടന്മാരെയൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റാത്തൊന്നുമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 10-24 വർഷം മുന്നേ ഒരു മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു ഞാൻ. ഞങ്ങളുടെ പൊറനാട്ടിലെ ഇടവകയിൽ അതിൻ്റെ ഒരു ഷീൽഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ ആ ഷീൽഡ് ഞാൻ കാണിച്ചു തരാം. ഇതിനാ ഷീൽഡ് കണ്ടിട്ടുണ്ടാവും. 2000 ഗ്രേസ് 2000 ആണ് കാണിക്കുന്നത്. അതിരൂപതോത്സവത്തിന്റെ എംബളം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസാണ്. കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രമുള്ളൂ, തെളിവായിട്ട് ഇത് മാത്രമുള്ളൂ. പക്ഷെ ഇത് മിണ്ടാണ്ട് ഇഷ്ട. അപ്പോ അതിരൂപതയിലെ ഇത് ഞാൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇനി ആരെങ്കിലും എടുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറനാട്ടുകര പള്ളിയിൽ പിന്നീട് ഞാൻ നിർത്തി. കുറെ വിഷയങ്ങൾ കൂടെ കടന്നു വന്നു. അപ്പൊ ഇയാള് നമ്മുടെ കൂടെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. വീട്ടിൽ ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ നമ്മൾ പറയില്ലേ, ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ കൂട്ടാക്കില്ല എന്ന് പറയില്ലേ, അതന്നെ. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. എന്നാലും നമ്മൾ ആളെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന്റെ സ്റ്റേജുകളിലൊക്കെ സോളമൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒരു ചാനലിൽ നമ്മൾ പ്രോഗ്രാം ഓഡിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോണു. കാരണത്തിന് സംഗതി വേറെ. ഹലോ, ഇവിടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല, പറഞ്ഞ കൂട്ടാക്കില്ല. ഈ അലക്സയുടെ പോലെയാ. വെറുതെ റൂമിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്യൂ. ഒരു അനുസരണയില്ല. എൻ്റെ പോലെ തന്നെ ഞാനീ പറഞ്ഞ ഞാനൊരു ന്യൂ ജനറേഷനിൽ പെട്ട ആളുണ്ടാ. ഒരാൾ പറഞ്ഞ കൂട്ടാക്കൂല. അതെ, ഞാൻ ഇനി അവരിവരും പറയുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാം. ചിരിക്കാൻ പറ്റും, നമുക്ക് റിലാക്സ് ചെയ്യാം. ജീവിതം അതാണ്. കാരണം നമുക്ക് മനസ്സിനെ ഫ്രീ ആക്കുവാൻ വേണ്ടിയിട്ട് ഞാനിൻ്റെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. വെറുതെ ഇരുന്നിങ്ങനെ വെറുതെ ഉള്ളിട്ട് കേൾക്കണില്ലേ? നിങ്ങൾ കേൾക്കണില്ലേ? ഇതാണ് നമ്മുടെ അടുത്ത് അങ്കത. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഫോണിലായാലും അത് വിളിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം ഓരോ എപ്പിസോഡുകളിലും. നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ സോളമൻ.